എല്ലാവരെയും പുതിയ വാർത്തയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. യുദ്ധം അവസാനിച്ചാൽ തങ്ങളുടെ പട്ടിണിയും ദുരിതങ്ങളുമെല്ലാം അവസാനിക്കുമെന്നാണ് ഗസക്കാർ കരുതിയിരുന്നത്. എന്നാൽ യുദ്ധശേഷം അതിനേക്കാൾ വലിയ ദുരന്തമാണ് ഇപ്പോൾ ഗസയിലുള്ളവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നെതന്യാഹുവും ഹമാസും ഈ കരാറിലും വെടിനിർത്തലിലുമൊന്നും പൂർണ്ണ തൃപ്തരല്ല എന്നുള്ളതാണ് വാസ്തവം. ഇരു കൂട്ടരും ഇനി കുറച്ചു നാളും കൂടി യുദ്ധം ചെയ്താൽ കൊള്ളാം എന്നുള്ള മനസ്സുള്ളവരാണ്. പക്ഷേ ഇതിനിടയിൽ കിടന്ന് നട്ടം തിരിയുന്ന കുറെ മനുഷ്യരുണ്ട്. അവരുടെ ജീവനാണ് ഇരു കൂട്ടരും വില പറയുന്നത് എന്ന് ഇവർ മനസ്സിലാക്കുന്നില്ല. ഇതൊരു വല്ലാത്ത ഗതികേടാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. നിൽക്കണോ പോണോ എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഗസക്കാരുള്ളത്. തിരിച്ചു വന്നാൽ യുദ്ധം വീണ്ടും ആരംഭിക്കുമോ, കൊല്ലപ്പെടുമോ എന്നൊരു ഭയം കൊണ്ട് കുറേ ആൾക്കാർ ഇപ്പോഴും ഗസയിലേക്ക് തിരിച്ചു വരാതെ ഇപ്പോൾ കഴിയുന്ന ആ സ്ഥലങ്ങളിൽ അവർ നിലനിൽക്കുകയാണ്. കുറേ പേർ ഗസയിലേക്ക് തിരിച്ചു വരികയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് നിരന്തരമായ ഭീഷണി ഇങ്ങനെ മുഴക്കുന്നത് കൊണ്ട് വീണ്ടും യുദ്ധമുണ്ടാവുമോ എന്നൊരു ചർച്ചയൊക്കെ ലോകത്ത് നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ പോയവർക്കാർക്കും ഒരു മനസ്സുറപ്പോടെ തിരിച്ചു വരാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ വെടിനിർത്തലിന്റെ പേരിൽ ഇസ്രായേലും ഹമാസും പരസ്പരം പഴിചാരിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഗസയിലെ മാനുഷിക പ്രതിസന്ധി വളരെയധികം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. കൊല്ലപ്പെട്ട ഇസ്രായേലി ബന്ദികളുടെ ശവശരീരങ്ങൾ തിരികെ കൊടുക്കുന്നതിൽ ഹമാസ് കാലതാമസം വരുത്തുന്നു എന്ന് ഇസ്രായേൽ ആരോപിക്കുമ്പോൾ ഈ പൊളിഞ്ഞു കിടക്കുന്ന കെട്ടിടങ്ങൾക്കിടയിൽ നിന്ന് ഈ മൃതദേഹങ്ങളെല്ലാം തപ്പിയെടുക്കാൻ സമയം ആവശ്യമുണ്ട് എന്നാണ് ഹമാസ് പറയുന്നത്. ഇത് കുറച്ച് ദിവസമായിട്ട് ഇവരിങ്ങനെ പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ഒരുപാട് ഹെവി എക്യുപ്മെന്റ്സ് ഒക്കെ ആവശ്യമുള്ളത് കൊണ്ട് അതൊന്നും ഇപ്പം ഗസയിലില്ല. എല്ലാ ഉമ്മാരും അടിച്ചു തകർത്തിട്ടിരിക്കുകയാണല്ലോ. അപ്പോൾ പിന്നെ ഈ ഇങ്ങനത്തെ കുറേ ഉപകരണങ്ങൾ ബാക്കിയായിട്ട് വരില്ല. അതുകൊണ്ട് ഇതൊന്നും ഇവരുടെ ഹമാസിന്റെ കയ്യിൽ നിലവിലില്ല. എന്നാൽ ഇസ്രായേൽ ഇങ്ങനെ വീശി തുടങ്ങുന്നുണ്ട്. ഇപ്പം ഈജിപ്തും തുർക്കിയുമൊക്കെ ഈ തിരച്ചിലിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അവരെ കൊണ്ട് കഴിയുന്ന ഈ ഉപകരണങ്ങളെല്ലാം അപ്പോൾ അവിടെ എത്തിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ വേസ്റ്റിലെല്ലാം ഇവിടെ നിന്ന് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഉമ്മാർ മൃതദേഹം തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും 8 മൃതദേഹങ്ങൾ ഒഴിച്ച് ബാക്കിയൊന്നും ഇതുവരെ കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഗാസയിലെ സിവിൽ ഡിഫൻസ് ഏജൻസിയുടെ കണക്കനുസരിച്ച് ഈ തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ ഏകദേശം 10,000 പേരുടെ മൃതദേഹങ്ങൾ കുടുങ്ങിക്കിടപ്പുണ്ട് എന്നാണ് പറയുന്നത്. തന്നെയുമല്ല ഏതാണ്ട് 6 കോടിയോളം ടൺ വേസ്റ്റ് എടുത്തു മാറ്റിയെങ്കിൽ മാത്രമേ ഈ മൃതദേഹങ്ങൾ മുഴുവൻ കണ്ടെടുക്കാനും കഴിയൂ എന്നും അവർ പറയുന്നുണ്ട്. അങ്ങനെ ഗസയുള്ള ഈ സാഹചര്യം അമേരിക്കയ്ക്ക് നന്നായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും നെതന്യാഹു അതൊരു കാരണമാക്കിക്കൊണ്ട് ഹമാസ് കരാർ ലംഘിച്ചു എന്ന് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പേരിൽ ഗസക്കാർക്കുള്ള ഭക്ഷണവും താൽക്കാലിക താമസ സൗകര്യവും ഒരുക്കാനുള്ള സാധനങ്ങളുമായി വരുന്ന ട്രക്കുകളെ ഈജിപ്തിന്റെയും ജോർദാന്റെയും അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ അയാളിപ്പോൾ തടഞ്ഞിട്ടിരിക്കുകയുമാണ്. ഇവർ തമ്മിലുള്ള ഈ കരാറിന്റെ ആദ്യഘട്ട വ്യവസ്ഥകൾ പ്രകാരം ഗസയിലേക്കുള്ള അടിയന്തര സഹായം തടഞ്ഞുവെക്കാൻ പാടില്ലാത്തതാണ്. പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ച് അതൊന്നൊരു പ്രശ്നമല്ലാത്തതുകൊണ്ട് അവരുടെ സൈന്യം ഇപ്പോൾ അതിന് അനുവദിക്കുന്നില്ല. ചെക്ക് പോസ്റ്റുകളിൽ വാഹനങ്ങൾ ഇങ്ങനെ കെട്ടിക്കിടക്കുകയാണ്. ഈ സാധനങ്ങളുമായിട്ട് വരുന്ന വാഹനങ്ങൾ ചെക്ക് പോസ്റ്റിൽ നിന്ന് അവർ കടത്തിവിടുന്നില്ല. ഇങ്ങനെ മണിക്കൂറുകൾ കാത്തു കിടന്നിട്ടാണ് ഒരു ട്രക്കിന് അവർ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്, ഈ ചെക്ക് പോസ്റ്റ് കടന്നു പോകാൻ വേണ്ടി. ഇങ്ങനെ വരുന്ന കുറച്ച് ട്രക്കുകൾ മാത്രമേ ഇപ്പോൾ ഗസയിലേക്ക് എത്തുന്നുള്ളൂ. എന്നാൽ ഈ ട്രക്കുകളിൽ എത്തുന്ന സാധനം ഈ ഗസയിലെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഒന്നിനും തികയില്ല എന്നുള്ളത് കൊണ്ട് അവിടെ വലിയ ഉന്തും തള്ളുകയാണ് നടക്കുന്നത്. ഇത് പിടിച്ചു വരച്ച് എങ്ങനെയെങ്കിലും കുറച്ചെങ്കിലും സ്വന്തമാക്കാൻ വേണ്ടി ആൾക്കാർ തമ്മിൽ വലിയ ഉന്തും തള്ളുമൊക്കെ നടക്കുമ്പോൾ അതിനകത്തോട്ട് കൊണ്ട് ഇമാർ ടിയർ ഗ്യാസ് പോലുള്ള സാധനങ്ങൾ അടിച്ചുകൊണ്ട് അതിന് നേരിടുകയാണ്. അങ്ങനെയൊക്കെ പരാതിയാണ് ഇപ്പം ഈ ഗസയിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. അടുക്കളക്കകത്ത് വീണ്ടും അടുക്കള ഉണ്ടാക്കുക. ഇമാർ യുദ്ധം നിർത്തി പോയിട്ട് പിന്നെ അവിടെ കിടന്ന് ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഈ നാട്ടുകാരെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ജൂതനെ സംബന്ധിച്ച് അവൻ്റെ ബ്ലഡിലുള്ളതാണ് മറ്റുള്ളവരെ എങ്ങനെ ഉപദ്രവിക്കുക എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഉമ്മാരുടെയൊക്കെ യഥാർത്ഥ സ്വഭാവം തിരിച്ചറിയുമ്പോഴാണ് ഹിറ്റ്ലറോട് ലോകത്തുള്ള എല്ലാവർക്കും ഒരു സ്നേഹം തോന്നുന്നത്. ഈ ലോകത്തുള്ള മറ്റുള്ള ആൾക്കാർ മുഴുവൻ മനസ്സിലാക്കുന്നതിന് മുൻപേ ഹിറ്റ്ലർ ഈ ജൂതരെ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഉമ്മാർ ഏതാണ്ട് 70 ലക്ഷം പേരെയാണ് ജൂതർ ഒറ്റയടിക്ക് ഗ്യാസ് ചേമ്പറിലേക്ക് വിട്ട് തീർത്തിട്ടുള്ളത്. അതെല്ലാം കൂടെ ഇവിടെ ജീവിച്ചിരുന്നെങ്കിൽ എല്ലാം പെറ്റി വരിക ഇന്ന് എവിടെ എത്തിയാനെ ജൂതന്മാർ. ഉമ്മാർ ലോകം തന്നെ പിടിച്ചെടുത്തേനെ. അമേരിക്കയൊന്നും ഇന്ന് കാണില്ലായിരുന്നു, ഉമ്മാർ കൈക്കായി പോനെ. എന്നിട്ട് തന്നെ ഇപ്പോൾ അമേരിക്ക ജൂതന്മാർ പറയുന്നതിൻ്റെ അവിടെ തന്നെ നിൽക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇവരുടെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇവന്മാർ ഈ അരിച്ചരിച്ച് കയറുക, മൊത്തം കീഴടക്കുക എന്നുള്ളൊരു നിലപാടാണ് ഈ യൂതന്മാർക്ക് പൊതുവെ ഉള്ളത്. മാക്സിമം ഉപദ്രവിക്കും. മറ്റുള്ളവർ പുറകോട്ട് പോകുന്തോറും യുവന്മാർ മുന്നോട്ട് കയറിക്കൊണ്ട് അവർക്ക് നാണവും ഉളുപ്പും ഒന്നുമില്ലല്ലോ. ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും ഈ ഇസ്രായേൽ പലസ്തീനിൽ അനധികൃതമായി താമസിക്കുന്നവരാണ് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്, അവർ പറഞ്ഞിട്ടുമുണ്ട്. എന്നിട്ടും ജൂതന്മാർക്ക് അതൊന്നും പ്രശ്നമില്ല. അതുകൊണ്ട് ഞങ്ങൾ പണ്ട് കാലം തൊട്ട് ഞങ്ങളുടെ സ്ഥലമാണെന്നുള്ള രീതിയിലാണ് ഉമ്മാർ ഇടപെടുന്നത്. ഉളുപ്പില്ല എന്ന് വേണേൽ പറയാം. മറ്റുള്ളവരുടെ സ്ഥലം അതിക്രമിച്ചോ പിടിച്ചു പറിച്ചോ എടുക്കുന്നതിൽ യാതൊരു ഉളുപ്പും ഉമ്മാർക്കില്ല. എന്നിട്ട് വലിയ കേമനായിട്ട് കോട്ടും സൂട്ടും ഇട്ടും നടക്കുകയാണ്. അവന്മാരുമായിട്ട് ഒരു വാക്കും ആർക്കും പാലിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അവന്മാരത് ലംഘിക്കും.
അങ്ങനത്തെ ഒരു സ്വഭാവമാണ് പൊതുവെ ജൂതന്മാർക്കുള്ളത്. വിശ്വാസവഞ്ചന അവരുടെ ബ്ലഡിലുള്ളതാണ്. അവരുമായിട്ട് എത്ര കരാറുണ്ടാക്കിയിട്ടും യാതൊരു പ്രയോജനവുമില്ല. കരാറുണ്ടാക്കിയിട്ടാണ് വെടിനിർത്തൽ നടത്തിയതും അവരുടെ ബന്ദികളെല്ലാം വിട്ടുകൊടുത്തതും. എന്നാൽ ഈ ബന്ദികളെല്ലാം കൈ കിട്ടിയതോടുകൂടി എങ്ങനെയെങ്കിലും വീണ്ടും ഗസയെ ആക്രമിക്കണം, അല്ലെങ്കിൽ അവിടെയെല്ലാം തകർക്കണം എന്നൊരു ചിന്തയായിട്ട് ഇപ്പോൾ മരുന്ന് നടക്കുന്നത്. അതെന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. കഴിഞ്ഞ ദിവസം ഗസയിലെ സൈത്തൂൺ മേഖലയിൽ ഹമാസും ഇസ്രായേലുമായിട്ടുള്ള ഒരു നിയന്ത്രണ രേഖ കടന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാറിന് നേരെ ഇസ്രായേൽ വെടിവെച്ച് 9 പേരെയാണ് കൊന്നത്. ഒരു കുടുംബത്തിൽ തന്നെ 9 പേരെയാണ് ഇവർ വെടിവെച്ച് കൊന്നത്. അതൊക്കെ ഈ കരാർ ലംഘനമാണ്. ഇന്ന് ചോദിക്കാൻ ആളില്ല എന്നുള്ള രീതിയിലാണ് ഇവന്മാർ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ സൈന്യം പറയുന്നത് ഈ ഭാഗത്ത് ഒരു അതിർത്തി യെല്ലോ ലൈൻ ഉണ്ട് എന്നാണ്. അതിന് പ്രത്യേകിച്ച് അടയാളങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് സാധാരണക്കാർക്ക് തിരിച്ചറിയാനും കഴിയില്ല. ഒന്നാമത് ഗസ നഗരത്തിലേക്കും വടക്കൻ ഗസയിലേക്കൊക്കെ പ്രവേശിക്കണമെങ്കിൽ അങ്ങേയറ്റം വെല്ലുവിളി നിറഞ്ഞൊരു യാത്രയാണത്. തകർന്നും തടസ്സപ്പെട്ടു കിടക്കുന്ന ഈ റോഡുകളിലൂടെയൊക്കെ യാത്ര ചെയ്യുക എന്ന് പറഞ്ഞ് വലിയൊരു വെല്ലുവിളിയാണ്. അതിനിടയിൽ ഇസ്രായേൽ സൈന്യം എവിടെയൊക്കെയോ മഞ്ഞ വര വരച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് എങ്ങാനും അത് കടന്നു കഴിഞ്ഞാൽ അവരെ വെടിവെച്ച് കൊല്ലുകയും ചെയ്യുകയാണ്. ഇങ്ങനെ ഓരോ കാരണങ്ങളുണ്ടാക്കി ഗസക്കാരെ വീണ്ടും ആക്രമിക്കാനാണ് ഇസ്രായേലിൻ്റെ പദ്ധതിയെങ്കിൽ അതത്ര നല്ലതിനല്ല എന്നാണ് ഹമാസിൻ്റെ ഡിഫൻസിൻ്റെ വ്യക്തമായ മഹമ്മൂദ് ബാസൽ പറയുന്നത്. ഒന്നും രണ്ടും പറഞ്ഞവരിങ്ങനെ ഉടക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് തന്നെയാണ് ലെബനോൻ സംഭവിച്ചത്. ലെബനോനിലെ ഹിസ്ബുള്ളയുമായിട്ട് ഒരു വെടിനിർത്തൽ ഉണ്ടാക്കിയതിന് ശേഷം അവിടെ പോയി സ്ഥിരമായിട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ലെബനോന് ഉണ്ടായ കുഴപ്പമെന്ന് വെച്ചാൽ അവരുടെ ആയുധം ഇല്ലാതെ പോയി. കാരണം സിറിയയിൽ പെട്ടെന്ന് ഒരു അട്ടിമറി വന്ന കാരണം സിറിയ വഴിയാണ് ഇറാൻ ആയുധം കൊടുത്തുകൊണ്ടിരുന്നത്. അസദും ഭരണവും എല്ലാം കൂടെ പോയി കഴിഞ്ഞപ്പം ഇവർക്ക് ആയുധം കിട്ടാൻ മാർഗ്ഗമില്ലാതെ പോയി. അങ്ങനെ ഇവന്മാർ കുടുങ്ങിയത്. അതുകൊണ്ട് ഇസ്രായേലിൻ്റെ നിന്ന് കിട്ടുന്ന ആക്രമണം മുഴുവൻ നമുക്ക് മേടിക്കേണ്ടി വന്നു. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. നിരന്തരമായിട്ട് ഇസ്രായേൽ ഇങ്ങനെ സിറിയ ആക്രമിക്കുന്നത് കൊണ്ട് പുള്ളി ഒന്ന് കണ്ണടയ്ക്കുന്നുണ്ടെന്നാവുന്നു. അതുകൊണ്ടാണ് ഹിസ്ബുള്ളയ്ക്ക് ഒരുപാട് ആയുധങ്ങൾ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അതുപോലെ ഇറാനുമായിട്ടൊക്കെ ചങ്ങാത്തം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ അഹമ്മദ് അൽ ജൗലാനി എന്ന് പറയുന്നത്. കാരണം അയാൾക്ക് നിലനിൽപ്പില്ല എന്ന് അയാൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഈ ഗസക്കാരിങ്ങനെ ദുരിതത്തിൽ കഴിയുമ്പോൾ തന്നെ അതിനിടയിൽ അവർക്ക് പകർച്ചവ്യാധിയും പടർന്നു പിടിച്ചിരിക്കുകയാണ്. രോഗം വന്നാൽ ചികിത്സിക്കാൻ ഒരു ആശുപത്രി പോലും ഗസയിലില്ല എന്നുള്ളതാണ്. ഗസയിൽ 26 ആശുപത്രിയാണ് ഉണ്ടായിരുന്നത്. അതിൽ 13 പൂർണ്ണമായിട്ടും തകർത്തിട്ടുണ്ട്. ബാക്കി 13 പേരിന് ആശുപത്രി എന്നൊക്കെ പറയുമെങ്കിലും അതിനകത്ത് മരുന്നോ മറ്റു ഉപകരണങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് രോഗം വന്നാൽ ഒന്നിലെ ആൾ മരിക്കും, അല്ലെങ്കിൽ സ്വയം രോഗം മാറുക എന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ പട്ടിണിയും രോഗവും കൊണ്ട് വലയുമ്പോൾ മരിച്ചവർ ഭാഗ്യവാന്മാരാണ് എന്നാണ് ഈ ഗസക്കാർ തന്നെ പറയുന്നത്. ഗസയിലെ യുദ്ധത്തിൻ്റെ യഥാർത്ഥ മുഖം തെളിയുന്നത് യുദ്ധശേഷമാണ് എന്ന് പറയേണ്ടതുണ്ട്. അവർ ഇക്കാലം അത്രയും സമ്പാദിച്ചത് മുഴുവൻ വീണ്ടും ഉണ്ടാക്കേണ്ട ഒരു അവസ്ഥയാണ് അവർക്കുള്ളത്. അതിലുപരി വീണ്ടും ഇനി യുദ്ധമുണ്ടാകുമോ എന്നൊരു ഭയം അവരെ വല്ലാതെ അലട്ടുന്നുമുണ്ട്. കാരണം ഒരിടത്തുനിന്ന് ഒരു കൃത്യമായ വിവരമൊന്നും ആർക്കും കിട്ടുന്നില്ലല്ലോ. ചിലപ്പോൾ വീണ്ടും ഒരു യുദ്ധം ഉണ്ടാകും, അതല്ലെങ്കിൽ ഈ നില ഇങ്ങനെ നിൽക്കും. പക്ഷേ ജനങ്ങളുടെ ഉള്ളിൽ നിന്ന് ഒരിക്കലും ഭയം ഒഴിയുന്നില്ല എന്നുള്ളതാണ്. അത് ഇവന്മാർക്ക് ഈ ശവമെല്ലാം എടുത്ത് കൊടുത്തിട്ട് പൂർണ്ണമായിട്ടും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്രമൈസ് ആയതിനു ശേഷം മാത്രമേ ഉള്ളൂ യുദ്ധം ഒഴിയുമെന്ന് വിശ്വസിക്കാൻ കഴിയുള്ളൂ. ഇന്ന് ഗസക്കാരുടെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് തന്നെ ഒരു നേരത്തെ ഭക്ഷണം നേടുക എന്നുള്ളതാണ്. ഇങ്ങനെ കഠിനമായ ദുരന്തത്തിൽ കഴിയുന്നത് കൊണ്ടാണ് ഗസയിൽ യുദ്ധത്തെക്കാൾ വലിയ പ്രതിസന്ധിയാണ് നേരിട്ടിരിക്കുന്നത് എന്ന് പറയേണ്ടി വരുന്നത്. ഈ വിവരങ്ങളെല്ലാം ലോകം മുഴുവൻ അറിയുന്നത് കൊണ്ട് ഇതിനെല്ലാം പരിഹാരമായി ഒരു പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കാൻ ട്രംപിന് മേലിപ്പോൾ യൂറോപ്യൻ യൂണിയൻ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. പലസ്തീൻ സ്ഥാപനങ്ങൾ സാമ്പത്തികവും സാമൂഹികവുമായ തടസ്സങ്ങൾ നേരിടാതിരിക്കാനും വെസ്റ്റ് ബാങ്കിലെ പ്രദേശങ്ങൾ ഇസ്രായേൽ പിടിച്ചെടുക്കാതിരിക്കാനും ഇസ്രായേലിന് മേൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കാൻ വേണ്ടി 2 രാഷ്ട്രം എന്ന പരിഹാരം മാത്രമേ ഉള്ളൂ എന്നാണ് ട്രംപിന് യൂറോപ്യൻ യൂണിയൻ നൽകുന്ന സന്ദേശം. ഇതിനെ ട്രംപ് തന്നെ മുൻകൈ എടുക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. അല്ലാതെ വേറെ ആരും വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല. അതായത് നെതന്യാഹുവിനെ അനുസരിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ട്രംപ് മാത്രമേ കഴിയൂ. കാരണം ഈ നെതന്യാഹുവിനെ നിയന്ത്രിക്കുന്നത് ട്രംപാണല്ലോ. അതുകൊണ്ട് ആശാൻ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ശിഷ്യൻ അതേപടി കേൾക്കും. രാഷ്ട്രം കൊടുക്കുക എന്ന് പറഞ്ഞാൽ പരിപാടി കഴിയും, യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞാൽ തീർന്നു, അല്ലെങ്കിൽ നിർത്തണമെന്ന് പറഞ്ഞാൽ യുദ്ധം നിർത്തും. അങ്ങനത്തെ ഒരു തരം റോബോട്ടിക് സിസ്റ്റമാണ് ഇപ്പോൾ നെതന്യാഹു ചെയ്തുകൊണ്ടിരിക്കുന്നത്. ട്രംപ് എന്ത് പറയുന്നു അനുസരിച്ച് ഇല്ല. അവൻ കാരണം ഇവൻ ലോകത്ത് ഒറ്റപ്പെട്ടിരിക്കുകയാണ്. ഇവൻ ആരുമില്ല കൂട്ടും. അമേരിക്കയും കൂടെ പിണങ്ങിക്കഴിഞ്ഞാൽ ഇവൻ്റെ കട്ടയും പടവും മടങ്ങിപ്പോകുന്നുള്ളതാണ്. ഇവനെ ആരെങ്കിലും തട്ടിക്കളയും, അല്ലെങ്കിൽ ഇവനെ വിചാരണയൊക്കെ നേരിടേണ്ടി വരും. ഇവരിപ്പോൾ എങ്ങനെയെങ്കിലും ജയിലിൽ നിന്ന് രക്ഷപ്പെടണം. അതിനുവേണ്ടിയാണ് ട്രംപിൻ്റെ വാലിങ്ങനെ തൂങ്ങിക്കടിച്ച് കിടക്കുന്നത്. തന്നെയുമല്ല, ഈ ഗസയിലെ മാനുഷിക പ്രതിസന്ധിയൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യൂറോപ്യൻ യൂണിയൻ ഇസ്രായേലിലെ മന്ത്രിമാർക്കെതിരെയും ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. തന്നെയുമല്ല, ഇസ്രായേലുമായി സാമ്പത്തിക സഹകരണം കുറയ്ക്കുകയും അവർ ചെയ്തിട്ടുണ്ട്. യുദ്ധമൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഇസ്രായേലുമായിട്ട് വീണ്ടും ഞങ്ങൾ സഹകരിക്കണം എന്നുണ്ടെങ്കിൽ പലസ്തീൻ പ്രശ്നം പരിഹരിക്കണം എന്നാണ് ട്രംപിനെ ഇവർ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ടൊക്കെ പലസ്തീൻ രാഷ്ട്രം എന്ന സ്വപ്നം അധികം വിദൂരമല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാലും മറ്റൊരു വാർത്തയുമായി നമുക്ക് വീണ്ടും കാണാവുന്നതാണ്.